നമ്മളെടുത്ത് ഒരുപാട് വെറൈറ്റീസ് നാടൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാവും അല്ലേ. അച്ചിമിനസ് പ്ലാന്റ് ഇതിലൊക്കെ നമുക്ക് നിറയെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട്, കുറേ കാലത്തേക്ക് പൂക്കൾ നിൽക്കാനും നിറച്ച് നമുക്ക് ചെറിയൊരു പോട്ടിൽ തന്നെ നിറയെ ബ്രാഞ്ചുകൾ വന്ന് ഇതിലൊക്കെ നിറയെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട് നല്ലൊരു വളരീതി പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കട്ടിങ്സ് എങ്ങനെയാണ് നമ്മൾ നടുന്നത്, അതേപോലെ തന്നെ ഇതേത് രീതിയിലുള്ള ലൈറ്റാണ് വെക്കേണ്ടത്, വെള്ളം ഏതൊക്കെ രീതിയിലാണ് കൊടുക്കേണ്ടത്, വളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. സീറോ കോസ്റ്റിൽ ഇവിടെ വളം ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു 7 ദിവസം 8 ദിവസം കൂടുമ്പോൾ നമുക്ക് വെള്ളം നനയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു വളക്കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് കുറച്ച് മാത്രമാണ് ഒഴിക്കേണ്ടത്. അതെല്ലാം വീഡിയോയുടെ തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു വെറൈറ്റീസ് പല രീതിയിൽ നട്ടു വളർത്താവുന്നതാണ്. അപ്പം എല്ലതും പറയുന്നതിൻ്റെ മുമ്പായിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു കുഞ്ഞ് ലൈക്കും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ കളറുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിങ്സ് നട്ടിട്ട് നമുക്ക് പെട്ടെന്ന് പുതിയ പ്ലാന്റ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ കിഴങ്ങ് നട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ പേർക്ക് ഇത് അയച്ചു കൊടുത്തിരുന്നു. മൾട്ടി കളർ ഏകദേശം 27 കളറുകളോളമുള്ള മൾട്ടി കളർ നമ്മൾ കുറേ പേർക്ക് അയച്ചു കൊടുത്തിരുന്നു അല്ലേ. അപ്പോൾ അവരൊക്കെ ഇതേപോലെ പ്ലാന്റുകളായിട്ട് നിൽക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ ആയിട്ടില്ലെങ്കിലും കുറച്ച് ചെറിയ തൈയൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വളങ്ങൾ ചെയ്തു കൊടുത്താൽ തന്നെ ഉണ്ടോ നമുക്ക് നിറച്ച് ഒരുപാട് മനോഹരമായ പൂക്കൾ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ടിങ്സ് എടുക്കുന്നത് നമുക്ക് നോക്കാം. കട്ടിങ്സ് നടുന്ന രീതി പ്രത്യേക രീതിയിലാണ്. അപ്പോൾ കണ്ടോ, ഇതുണ്ടോ, സാധാ നമ്മളെ അടുത്തുള്ളതിൽ മൾട്ടി പെറ്റൽ ഉണ്ടാവില്ല, അതിലുണ്ടോ, അതിൽ ഒരുപാട് പെറ്റലുണ്ട്. അതേപോലെ തന്നെ കളറൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഒരു പൂവിൽ നിന്നിട്ട് അടുത്ത പൂ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഒന്നാകെ നോക്കുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് അടുത്ത് വന്ന് ഇതേപോലെ നോക്കുന്ന സമയത്താണ് വളരെയധികം വ്യത്യാസമാണ് കേട്ടോ. ഒരു മൾട്ടി കളർ നിന്നിട്ട് അടുത്ത ഹൈബ്രിഡ് ഈ ഒരു അച്ചിമിനാസ് പ്ലാന്റിൻ്റെ പൂക്കൾ വളരെ മനോഹരമായിട്ടാണ് ഓരോരോ ചെടി 27 കളറുകളും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, 2 കൊല്ലമൊക്കെ ആയിട്ട് നിരന്തരമായിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ വിടുന്നവരുണ്ട്. അവരോടൊക്കെ പറയട്ടെ, എന്തായാലും എല്ലാവർക്കും അയച്ചു തരും. പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇതേപോലെ നട്ട് തൈകൾ വരുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഘട്ടം ഘട്ടമായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇതൊന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനമാക്കി എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നടുന്നത് കൂടി മനസ്സിലാക്കാം. നമ്മളിതേപോലെ 1 രൂപയാണോ 1.5 രൂപയാണോ എന്നറിയില്ല, അതേപോലത്തെ ജിഫി കിറ്റ് കുറച്ച് മുമ്പ് ഞാൻ ഏകദേശം 1 കൊല്ലം മുമ്പ് മേടിച്ച് വെച്ചതാണ്. നമുക്ക് പിന്നെ ഈ ചട്ടിയൊക്കെ വിൽക്കുന്ന പോട്ട് വിൽക്കുന്ന ഷോപ്പിൽ നിന്നോ വളപ്പീടിയിൽ നിന്നോ ജിഫി കിറ്റുകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മളിതേപോലെ ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ വെള്ളത്തിലിട്ടുണ്ടോ കുതിർത്തി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലുണ്ടോ വലിയതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും വേണ്ട അതിൻ്റെ തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതേപോലെ 5-6 ജിഫി കിറ്റിൽ നമുക്ക് നട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് 4-5 കളറുകൾ ഒരുമിച്ച് നമുക്കൊരു പോട്ടിൽ നട്ടെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം നല്ലതാണ്. അപ്പോൾ വെള്ളത്തിൽ ഇതേപോലെ കുതിർത്തി എടുക്കുന്നു. അതിനുശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് അത് കുറച്ചധികം കട്ട പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ സീഡ് ട്രേയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയ സീഡ് ട്രേ ആണ് ഇത്. നമുക്ക് ചട്ടിയൊക്കെ വിൽക്കുന്ന സ്ഥലത്തുനിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് തട്ടി മറിഞ്ഞ് വീണ് പോവാതിരിക്കാനും അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് കംപ്ലൈൻ്റ് ആവാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര തൈകളാണോ വേണ്ടത് അത്രയും ജിഫി കിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിതിൻ്റെ കട്ടിങ്സ് നട്ടു കൊടുക്കാം, ഇല്ലെങ്കിൽ കിഴങ്ങ് നട്ടു കൊടുക്കാം. ഇവിടെ കണ്ടോ പൂക്കൾ ഇതേപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും പിന്നെ എല്ലതും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ കമ്പുകളൊക്കെ കുത്തി ഇനിയിപ്പോൾ അടുത്ത പിന്നെ അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് വേര് പിടിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എങ്ങനെയാണ് നടുന്നേ നോക്കാം കേട്ടോ. ചെറിയ പോട്ട് മതി. ഈ ഒരു ഇതിൽ ഒരുപാട് പൂക്കൾ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ചൂടുഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നാടൻ വെറൈറ്റിയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. നമുക്ക് 4 കളർ വരുന്നത് നാടൻ വെറൈറ്റിയാണ്. ഇതേപോലെ തന്നെ 27 കളർ വരുന്നത് ഇതേപോലെ തന്നെ മൾട്ടി പെറ്റൽ മൾട്ടി കളർ വരുന്ന ഹൈബ്രിഡ് അച്ചിമിനാസ് പ്ലാന്റ്. അപ്പോൾ നമുക്ക് ചൂട് ഭാഗത്തുനിന്ന് കുറച്ച് മുകളിലേക്ക് ഒരു 2 നോഡൊക്കെ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് പിന്നെ ചെറിയ പീസുകളായിട്ട് മുറിക്കാം. നമുക്കൊരു 2-3 ഇല വരുന്ന ആ ഭാഗം വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ചെറിയ കട്ടിങ്സ് ആക്കി കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിന്നും നമുക്ക് കട്ട് ചെയ്ത ചൂട്ട് ഭാഗത്ത് നമുക്ക് കിഴങ്ങ് വരും. അതിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ് വരും. ഇല്ലെങ്കിൽ ആ കട്ട് ചെയ്ത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരും. ഇതുണ്ടോ, ഇതിൽ നിറച്ചും പൂക്കളുണ്ടാവും. ഇത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകില്ലെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലെ കട്ടിങ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുത്തി കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് തണ്ട് നീട്ടി വെക്കരുത്. ജിഫി കിറ്റിലാവുന്ന സമയത്ത് ചൂട് ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു നോഡ് വരുന്ന ഭാഗത്തേക്ക് 1 ഇഞ്ച് മാത്രം നീളത്തിൽ നമ്മൾ പുറത്തേക്ക് വെച്ചുകൊണ്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് വേര് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം മണ്ണിൻ്റെ അടിയിലേക്ക്, ഇല്ലെങ്കിൽ ഈ ഒരു ചകിരിച്ചോറ്, ജിഫി കിറ്റിൻ്റെ ആ ഒരു ചകിരിച്ചോറ് വരുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലേക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ കിഴങ്ങുണ്ടായി വരും. അതേപോലെ തന്നെ അവിടെ നിന്നൊക്കെ ബ്രാഞ്ചുകളും വരും. അങ്ങനെയാണ് നമുക്ക് വലിയൊരു ചട്ടിയിലേക്ക് നിറച്ചും ഇത് നിറഞ്ഞ് കിട്ടുന്നത്, പിന്നെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ, ബേബി പ്ലാന്റുകൾ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുത്തി കൊടുക്കാം. നന്നായിട്ട് ഈ ഒരു ജിഫി കിറ്റത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നതനുസരിച്ച് നമുക്ക് ജിഫി കിറ്റ് നനച്ചുകൂടിയും കൊടുക്കാം. കൂടെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വെള്ളം കുറച്ച് തെളിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു പകുതി ഭാഗമൊക്കെ നന്നായിട്ട് നനയുന്ന രീതിയിൽ. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തുള്ള ചകിരിച്ചോറ് കൂടുതലായിട്ടുള്ള വെള്ളം വലിച്ചെടുത്തോളും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ കട്ടിങ്സും നട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ്ലായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വെച്ചാൽ വേഗം നമുക്ക് വേര് പിടിച്ച് കിട്ടും. മഴയത്തൊന്നും കൊണ്ടുപോയി വെക്കാതിരിക്കുക, അതുപോലെ തന്നെ വേനലിൽ നന്നായിട്ട് വെയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ഇനി വളം നമുക്ക് കണ്ടോ, നന്നായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ചട്ടിയിൽ തന്നെ നിറച്ചു നമുക്ക് പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ അതേപോലെ തന്നെ വീഡിയോസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം കുഞ്ഞ് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള വളങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിൻ്റെ മുമ്പേ ഒരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ, നമ്മളിതിൻ്റെ പൂക്കളൊക്കെ വന്നിട്ട് ചിലപ്പോൾ അടിഭാഗത്തു നിന്നൊക്കെയാണ് ആദ്യം പൂക്കൾ വരിക. അത് ഇങ്ങനെ ഇലയൊക്കെ കരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം, നമ്മൾ ആ ഒരു പൂവിൽ ചെറിയ സീഡ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം. കണ്ടോ, അതേപോലെ ചെറിയ പോട്ടിലാണ് നമുക്ക് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാകുന്നതിൻ്റെ അടിഭാഗത്തെ ഇലയൊക്കെ കാണാനായിട്ടും നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ഒരുപാട് പൂക്കളും വരും. അപ്പോൾ പൂക്കൾ വരുന്നത് നമ്മൾ ഏറ്റവും അടിയിൽ നിന്ന് വന്ന് കണ്ടോ, ഇവിടെ ഒന്ന് കറുത്ത് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ഇതളുകൾ കരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ടോ, അടിഭാഗത്തുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് മുകളിലേക്ക് വളർന്നു വരികയും അതോടൊപ്പം തന്നെ കൂടുതൽ വലിയ പൂക്കൾ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ചെറിയൊരു സീഡ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും, നട്ടാൽ മുളയ്ക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ ഇതളുകൾ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. കണ്ടോ, ഇതിലൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ പിന്നെ വാടി നിൽക്കുന്നുണ്ട് പൂക്കൾ. ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കത്രയെ ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കമ്പുകളൊക്കെ നമ്മൾ പിന്നെ ഒന്ന് പ്രഷർ കൂട്ടി എന്തെങ്കിലും പിടിക്കുകയോ വലിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കമ്പുകൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. വെള്ളത്തണ്ടിനേക്കാളും പെട്ടെന്ന് ഒടിയുന്ന ഒരു തണ്ടാണ് ഈ ഒരു അച്ചിമെനസ് പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിക്ക് പ്രത്യേകിച്ചിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കത്രികയോ ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇതേപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, ഡെഡ് ഹെഡൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പുകൾ ഒടിഞ്ഞു പോവും. നമുക്കെന്താ നിറച്ച് പൂക്കളുള്ളത് കൊണ്ട് കൈയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് പൊട്ടിച്ച് കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ഡെഡ് ഹെഡ് നിർബന്ധമായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടോ, അതേപോലെ പഴത്തോല്, നമുക്ക് മറ്റ് ഫ്രൂട്ട്സിൻ്റെ തോലൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു 4-5 ലിറ്റർ വെള്ളത്തിലിട്ട് വയ്ക്കാം. നമുക്ക് ഏകദേശം ഒരു 1 കിലോ പഴത്തിൻ്റെ തോലും മറ്റെന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സിൻ്റെ തോലൊക്കെ ഇട്ടാൽ നല്ലതാണ്. പഴത്തിൻ്റെ തോല് നിർബന്ധമായിട്ട് 1 കിലോനെങ്കിലും മേടിച്ചിട്ട് ഇടുക. പഴം മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇത് ചാരാണ് കേട്ടോ, നനഞ്ഞതാണ്. അപ്പോൾ ചാര നമുക്കൊരു 2 പിടി എടുക്കാം 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ അത് കൂടി പോരുത് ചാര ഒരിക്കലും, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. ഒരു 2 പിടി മാത്രം ഇട്ടാൽ മതി 5 ലിറ്ററിലേക്ക്. ഇത് നന്നായിട്ട് ഒരു 5-6 ദിവസം വെച്ച് കഴിഞ്ഞാൽ പുളിച്ച് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. അതിനുശേഷം 5-6 ദിവസം കഴിയുമ്പം നന്നായിട്ട് പുളിച്ച് കിട്ടും. അതിനുശേഷം ഇതിലേക്ക് ഒരു 5 ലിറ്റർ വെള്ളം കൂടി നമ്മൾ ഒഴിക്കണം. എന്നിട്ട് വേണം ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഒരു ദിവസം അവിടെ വയ്ക്കുക, ഇളക്കൊന്നും ചെയ്യരുത്. അതിനുശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് തെളിയെടുത്തിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഈ വളം ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ദിവസം പിന്നീട് നനയ്ക്കരുത്. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കൂടി നനച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാട് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ ചൂട്ടിലായിക്കഴിഞ്ഞാൽ ഇത് അഴുകി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നനച്ചു, അതിന് ശേഷം നമ്മൾ നനയ്ക്കേണ്ടത് ഈ ഒരു പോട്ടിംഗ് മിക്സൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒഴിക്കുക. എപ്പോഴും നന്നായിട്ട് ഈർപ്പം നിലനിൽക്കണം, എന്നാലോ വെള്ളം കെട്ടി നിൽക്കാനോ ഓവർ വാട്ടറിങ്ങോ ആവാതിരിക്കാനായിട്ട് ഈ ഒരു പിന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റീസിൽ ഇങ്ങനെയാണ് നനയ്ക്കേണ്ടത്. സാധാരണ നമ്മൾ നോർമലായിട്ട് വരുന്ന അച്ചിമെനസ് പ്ലാന്റ് മഴയത്ത് വെച്ചാലും കുഴപ്പമില്ല, നല്ലതാണ്. നന്നായിട്ട് പൂക്കളും അതേപോലെ ഒരുപാട് ബ്രാഞ്ചും വരും. അതാണ് ഈ ഒരു നാടൻ വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു വ്യത്യാസം.
അപ്പോൾ ഞാൻ മുമ്പ് അയച്ചു വന്നവർക്കൊക്കെ ഇപ്പോൾ വരുമാനമാക്കി തുടങ്ങാവുന്നതാണ്. ഇതേപോലെ പ്ലാന്റ് കട്ടിങ്സ് എടുത്ത് ഇതേപോലെ 1 രൂപ 1.5 2 രൂപ മുടക്കിയ ചിഫി കുറ്റിലേക്ക് മാറ്റുന്നു. ഇത് നമുക്ക് ഒരു ബ്രാഞ്ചായി വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു പൂവോ ആയി കഴിയുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ മുതൽ 120 രൂപ വരെ നമുക്ക് കിട്ടും കേട്ടോ. 150 രൂപയൊക്കെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിന് അങ്ങനെ കിട്ടും. 10 പ്ലാന്റ് ഉണ്ടെങ്കിൽ നല്ലൊരു പൈസയായി. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ഒരു ഇത് കൂടിയാണ് പറയുന്നത്. ഇതേപോലെ ഈ ഒരു പ്ലാന്റ് വളരെയധികം റെയറാണ്. 27 കളർ പോയിട്ട് 3 കളർ പോലും കിട്ടാനായിട്ട് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ 27 കളർ മേടിച്ചവരുണ്ട്. അവരൊക്കെ ഇനി ഈ പ്ലാന്റുകളുടെ കട്ടിങ്സ് നട്ട് നമുക്ക് ഒരുപാട്, അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കിഴങ്ങ് വരും. ഒരു പ്രാവശ്യം ഇത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നശിച്ചു പോകില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കാൻ മാത്രമാണ് ചെയ്യേണ്ടത്. വളം കൂടുതൽ കൊടുക്കരുത്, വെള്ളം കൂടുതൽ കൊടുക്കരുത്. മിതമായ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്തൊരു സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് നന്നായിട്ട് പ്ലാന്റ് വളർന്നു വരും. നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ. നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.